ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയം പറയുന്നത്. എനിക്ക് പ്രത്യേക രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളില്ല, ഏതെങ്കിലും പാർട്ടികളോടോ ചിന്തയൊന്നുമില്ല. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത്. അതാണ് എൻ്റെ പോളിസി. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റി സംസാരിച്ചാൽ, രാഷ്ട്രീയം സംസാരിക്കുന്ന പ്രശ്നമില്ല, അത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അത് കുറെ പേരെ സ്വാധീനിക്കാൻ ഇടയാവുകയും ചെയ്താൽ എൻ്റെ ദൈവദത്തമായ കടമയാണ് അതിനെപ്പറ്റി ജാഗ്രത പാലിപ്പിക്കുകയും വിവേകത്തോടെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നത്. അതപ്പോൾ ഞാൻ ചെയ്യുന്നു. ഇതിലൊരു രാഷ്ട്രീയ വ്യക്തി വരുന്നുണ്ട്, പക്ഷെ രാഷ്ട്രീയം ഇത് വിശ്വാസത്തെ പ്യുവർലി നമ്മുടെ ഫെയ്ത്തിനെ പറ്റിയിട്ടുള്ള കാര്യം. ഒത്തിരി പേരുടെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്ത ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്ക് ദൈവം ഉത്തരം തരുന്നില്ലല്ലോ എന്ന ചിന്ത. അതെന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമാണ്, നാം ഇന്നലെ നാളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം അഭിമുഖീകരിച്ച ഒരാളായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹം എന്തുകൊണ്ട് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു? ഇത് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ്. പക്ഷെ ഇത് വൈറലായതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് മാത്രം. എന്താണെന്നറിയാമോ? അദ്ദേഹം 82 വയസ്സിന് മറ്റും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മരണത്തിന് ശേഷം പത്മവിഭൂഷൺ എന്ന ബഹുമതി രാഷ്ട്രം നൽകി പ്രാവശ്യം അദ്ദേഹത്തെ ആദരിച്ചു. 101 വയസ്സോളം അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എനിക്കുള്ള അഭിപ്രായം, കറപ്ഷൻ ഇല്ലാത്ത, നീതിബോധമൊക്കെ കുറയുള്ള, സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തെ ദുരുപയോഗിക്കാതിരുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പരുക്കൻ സ്വഭാവമൊക്കെ കാണിക്കുന്നത് പലതും നമ്മൾ കാണുന്നില്ലെങ്കിൽ പൊതുവെ അദ്ദേഹത്തെ പറ്റി അഴിമതി പറയാനില്ല. അത് വലിയൊരു അത്ഭുതമാണ് രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ഒരു നന്മയുണ്ട്. അദ്ദേഹത്തോട് 92 വയസ്സായപ്പോൾ ചിലർ ചോദിച്ചു, ആരോ ചോദിച്ചു പോലും, സഖാവേ, എന്തുകൊണ്ടാണ് അങ്ങ് ഈശ്വരൻ വിശ്വസിക്കാത്തത്? ദൈവവിശ്വാസം കണ്ടതെന്താ? എന്തുകൊണ്ടാണ് പോയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ കണ്ണീര് വരുന്ന കാര്യമാണ്. ഇത് കേൾക്കുന്ന മനുഷ്യർ പെട്ടെന്ന് ശരിയല്ലേ എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതാണ് പറയുന്നത്. അദ്ദേഹം പുറകോട്ട് കസേരയിൽ ചാരിയിരുന്ന് നെടുവീർപ്പിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 4 വയസ്സുള്ളത്. അന്ന് നമ്മുടെ നാട്ടിൽ സ്മോൾ പോക്സ്, വസൂരി, ചിക്കൻ പോക്സ് പോലെ അതിൻ്റെ ഒരു വികൃതമായ പഴയ എഡിഷൻ, അല്പോടി ഗൗരവമായ രൂപം താണ്ഡവമാടുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് അത് പിടിപെട്ട് കഴിഞ്ഞാൽ ഏക ആശ്രയം നമ്മുടെ നാട്ടിൽ സെബസ്ത്യാനോസ് പുണ്യാളൻ മാത്രമാണ്. ആ പുണ്യാളനാണ് അതിന് പരിഹാരം. അതുകൊണ്ട് ആ പുണ്യാളനോടുള്ള ഭക്തി നമ്മുടെ നാട്ടിൽ വ്യാപകമായത്. വേറൊരു വഴിയില്ല, പരിഹാരമില്ല. അങ്ങനെ ഒരാൾക്കാർ രോഗം വന്നാൽ വസൂരി വരുന്നു, സ്മോൾ പോക്സ് വരുന്നു. വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാരണന്മാർ ചെയ്തെന്താണെന്നോ ഇപ്പത്തെ തലമുറ അത്ഭുതപ്പെടും. പക്ഷേ ചില തലമുറകൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും. അവര് അകലെ ഒരു സ്ഥലത്ത് വൈക്കോല് കൊണ്ടൊരു പുരയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഓല കൊണ്ടൊരു ഷെഡ് ഉണ്ടാക്കി, ആ ഷെഡിന്റെ അകത്തേക്ക് ഈ രോഗിയെ ഐസൊലേറ്റ് ചെയ്യും. ഭക്ഷണം കൊണ്ടു കൊടുക്കും, വല്ല മരുന്ന് എന്തെങ്കിലും കിട്ടാൻ അതും കൊണ്ടു കൊടുക്കും, അല്ല പച്ചമരുന്നൊക്കെ. അങ്ങനെ ഈ അച്യുതാനന്ദൻ എന്ന ആ കുഞ്ഞിന്റെ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്ക് ഈ രോഗം വരികയാണ്. അമ്മേനെ ഓരോര ഷെഡില്, പാടത്തിന്റെ അറ്റത്ത് ഓരോര ഷെഡിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞിനെ എടുത്തേക്ക് ആ ഓരോ ഷെഡിന് വളരെ അകലെ പോയി നിൽക്കും. എന്നിട്ട് പറയാം, നമ്മുടെ അമ്മ അവിടെയുണ്ട്, നിന്റെ അമ്മ അവിടെയുണ്ട്. അപ്പോ ചിലപ്പോ ആ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കാണാൻ പറ്റും. കാരണം ഓരോ കീറിന്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ ചിലപ്പോ അമ്മേനെ കാണുന്നുണ്ടാവും.
പക്ഷെ ഇവനമ്മനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു ഇവൻ പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്റെ അമ്മേനെ എനിക്ക് വേണം, എന്നെ അനാഥമാക്കരുത്, എന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരണം. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു, അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. എന്തുണ്ടായി? ആ ഓരോ ഷെഡിൽ നിന്ന് അമ്മ പുറത്തു വന്നില്ല, അമ്മ മരിച്ചു. സ്നേഹമുള്ളവർ, അങ്ങനെ ഒരു മരണം നമ്മുടെ നാട്ടിൽ അന്നുണ്ടായി. എന്താ ചെയ്യാനായിട്ട്? ഈ ഓല ഷെഡിന്റെ പേരാണ് ഇന്ന് നമ്മൾ ഗൗരവബുദ്ധിയില്ലാതെ തെറിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല, ഞാൻ പറയുകയാണ്. പണ്ടാരപ്പുര. ആ ഓല ഷെഡ്, അതിലൊരു മനുഷ്യന്റെ അനക്കം നിന്ന് കഴിഞ്ഞാൽ മരിച്ചു എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ അർത്ഥപ്രാണനായി കിടക്കായിരിക്കും, പകുതി മരിച്ചിട്ടുണ്ടാവുള്ളൂ. ആ ഓല ഷെഡിന് അല്ലെങ്കിൽ മറ്റൊരു കോഴിക്ക് ആളുകൾ തീ വെക്കും. തീ വെച്ച് കഴിയുമ്പോൾ ബാക്ടീരിയ അല്ല വൈറസൊക്കെ ചത്തുപോകും. അതോടൊപ്പം ഈ മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കും. മരിച്ചു എന്ന് കരുതി തീ വെച്ചാൽ ചിലർ മരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ ഷെഡ് കത്തി താഴേക്കിരിക്കും. അതിനെയാണ് പണ്ടാരം അടങ്ങി എന്ന് പറയുന്നത്. ആ വാക്കവിടെ ഈ സാധനം കത്തി താഴേക്ക് വീഴും. അതോടെ ആ ജീവനും അസ്തമിക്കും. എത്ര വലിയ ദുരന്തമാണ്! അങ്ങനെ ഒരു ദുരനുഭവം, അമ്മ മരിച്ച അനുഭവം ഈ മുൻ മുഖ്യമന്ത്രിക്ക് അങ്ങനെയാണ്. അദ്ദേഹം ആ അനാഥനെ അമ്മയില്ലാതെ പറഞ്ഞു. 11 വയസ്സായപ്പോൾ അച്ഛന് പനി പിടിപെട്ടു. പനി പിടിപെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവങ്ങളെ എന്നെ രക്ഷിക്കണം, എന്റെ കുടുംബത്തിന് ഇനി ആരുമില്ല, അച്ഛൻ മാത്രമാണ് ഏക ആശ്രയം. അച്ഛൻ കഷ്ടപ്പെട്ടാണ് ആ കുടുംബത്തെ പോറ്റുന്നത്, എന്റെ അച്ഛനെ വേണം. ഉടനെ അച്ഛനും പനി പിടിച്ചന്ന് മരിച്ചു. അന്ന് ഈ കുഞ്ഞ് തീരുമാനിച്ചു, എന്റെ കണ്ണീരിന്റെ വേദനയുടെ കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചെവി കേൾക്കാത്ത ദൈവങ്ങളെ ഇനി വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കും ആ മനുഷ്യനോട് ദുഃഖം തോന്നും. നമ്മളും ചിന്തിക്കും, ശരിയല്ലേ ശരിയല്ലേ. ആ അധ്യായം അവിടെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതിതാണ്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വൈദികൻ എന്ന നിലയിൽ നിരവധി ശവസംസ്കാരങ്ങൾക്ക് പോകേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴെല്ലാം ചില ശവസംസ്കാരത്തിൽ എന്റെ കണ്ണീര് വന്നിട്ട് എനിക്ക് കർമ്മം പൂർത്തിയാക്കാൻ പറ്റാവുന്ന അവസരമുണ്ട്. അതെങ്ങനെയാണെന്നറിയാം. ഞാൻ ഓർക്കുന്നു, ഒരട്ടാരക്കാരുടെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. ഈ പയ്യൻ എന്റെ കാര്യങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുകയാണ്, എന്റെ അപ്പനെ കൊന്ന ദൈവം എത്രയോ ദുഷ്ടനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾ കെട്ടിപ്പിടിച്ചു. ഞാൻ ചവിടുക്കാൻ നിന്നു. അതുപോലെ ചില അമ്മമാര് പറക്ക പറ്റാത്ത കുഞ്ഞുങ്ങളെ അനാഥമാക്കിക്കൊണ്ട് അമ്മ കടന്നുപോകും. അപകടം വരണമെങ്കിൽ അമ്മ കടന്നുപോകും. അപ്പോഴെല്ലാം ഞാൻ ഉള്ള ശക്തി വെച്ച് ഞാൻ പ്രസംഗിക്കും, ഈ മരണം വഴി ഒരു കുഞ്ഞും അനാഥമാവുകയില്ല. നിന്റെ കുടുംബത്തിലെ നിന്റെ അച്ഛനെ അപ്പനെ ദൈവം എടുക്കുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തിന്റെ അപ്പനായിട്ട് മാറും. നീ ചൊല്ലിയ പ്രാർത്ഥനകൾക്ക് കൂലി കിട്ടുന്ന സമയം വരും എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും. നിന്റെ അമ്മയെ സ്വർഗത്തിലേക്ക് ദൈവം വിളിച്ചെങ്കിൽ നിന്റെ കുടുംബത്തെ നിന്നെ രക്ഷിച്ചുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് ദൈവം വന്നു നിൽക്കും. അല്ലാതെ ദൈവം അങ്ങനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും. അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഒരു കുടുംബവും അപ്പം മരിച്ചതിന്റെ പേരിൽ മക്കളോ അമ്മ മരിച്ചതിന്റെ മക്കളോ തകർന്നു പോയിട്ടില്ല. സ്വന്തം കയ്യിലിരിക്കൊണ്ട് തകർന്നു അവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഞാൻ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ധനിക കുടുംബത്തിൽ ഉയർന്നവരെ ജാതിയോല്ല അറിയിച്ചത്. ജാതി വ്യവസ്ഥയനുസരിച്ച് അദ്ദേഹത്തിന് വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയിൽ പോലും അദ്ദേഹം നേരിട്ടോളമുള്ള ചതികളും രാഷ്ട്രീയ കളികളും അധികമായി നേരിട്ടിട്ടില്ല. അദ്ദേഹം വലിയ വിദ്യാഭ്യാസ അറിവുള്ള ആളായിരുന്നില്ല. പക്ഷെ എന്തുണ്ടായി? ദൈവം വിശ്വസ്തനായിരുന്നു. പ്രാർത്ഥിച്ച ദൈവം, നമ്മോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈശോ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്ന ഏതൊരു ലഭിക്കും, അന്വേഷിക്കുന്നത് കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടും. പ്രാർത്ഥിച്ചതിന്റെ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് ഞാൻ പറയാറുണ്ട്. ഈ വ്യക്തിക്ക് എന്താ ഉണ്ടായത്?
അദ്ദേഹം ഇതുപോലെ ഉയർന്നു. പാർട്ടിയിലെ കുത്തിത്തിരിവുകൾക്ക് അതീതമായ ഉന്നത സ്ഥാനത്ത് വന്നു. അദ്ദേഹത്തിന്റെ അറിവിന് അതീതമായ മേഖലകളെ നേടി ആയുസ് കൊടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും ഉയർന്നുയർന്ന് അത്യുന്നതമായ മേഖലയിലേക്ക് അദ്ദേഹത്തെ ദൈവം ഉയർത്തി. പക്ഷേ അവിടെയാണ് വിശ്വാസി അവിശ്വാസി വഴിവെക്കുന്നത്. അവിശ്വാസി ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ദൈവം വെച്ചു, അതുകൊണ്ട് ആ ദൈവം കൊള്ളില്ല, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയും. എന്നിട്ട് ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ അവിശ്വാസി അഭിമാനിക്കും, ഇതൊന്നും ദൈവമല്ല, എന്റെ കഴിവ്, എന്റെ ബുദ്ധി, എന്റെ ആരോഗ്യം, എന്റെ പണം, അതുകൊണ്ട് ഞാൻ നേടിയെന്ന് പറയും. ഈ ഗതികേടുണ്ടായാൽ ജീവിതാനുഭവങ്ങളിലൂടെ പാഠം പഠിക്കാൻ നമുക്ക് പറ്റുകയില്ല. ജീവിതത്തിൽ ഒരു തകർച്ച ദുഃഖമുണ്ടായി, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം കേട്ടില്ല. ചിരിക്കാനറിയാത്ത, കരയാനറിയാത്ത കരിങ്കൽ പ്രതിമകളെ ദൈവത്തെ കളിയാക്കി വിശ്വാസം കളഞ്ഞു. എന്നാൽ എന്തെങ്കിലും കിട്ടിയാലോ, ദൈവം നമ്മെ ഉയർത്തിയാലോ, അതൊക്കെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഉയർന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ചിലർ അഹങ്കാരത്തോടെ പറയും, എനിക്ക് ഇത്ര ഉയർത്തിക്കിട്ടത് എന്റെ ബുദ്ധി കൊണ്ടാണ്. അപ്പൊ ദൈവം ചോദിക്കും, നിനക്ക് ഈ ബുദ്ധി ആര് തന്നതാണ്? ചിലർ പറയും, എനിക്ക് ജീവിതത്തിൽ നേട്ടമെല്ലാം ഉണ്ടായത് എന്റെ ആരോഗ്യത്തിൽ പണിയെടുത്തിട്ടാണ്. ദൈവം ചോദിക്കും, ഈ ആരോഗ്യം നിനക്ക് ആര് തന്നതാണ്? ചിലർ അഭിമാനിക്കും, എന്റെ കാരണവന്മാർ നല്ലവരായതുകൊണ്ട്, പൂർവിക സമ്പത്തുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിലായിരിക്കുന്നത്. അപ്പോ ദൈവം ചോദിക്കും, മാതാപിതാക്കൾ നിനക്ക് ആര് തന്നതാണ്? എല്ലാം ദൈവം തന്നതാണെന്ന് അംഗീകരിക്കുന്നവൻ വിശ്വാസി. ഇത് അംഗീകരിക്കാത്തവൻ അവിശ്വാസം. ഇതാ അവിശ്വാസി വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ, ഈ യുവജനങ്ങൾ ഇനി ആരും നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവുകയില്ല. ഇപ്പോൾ 12 കൊല്ലത്തെ ട്രെയിനിങ് നിങ്ങൾ പോവാണ്. മാതാപിതാക്കൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുകയില്ല. നിങ്ങൾ പല ചിലക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് എങ്ങനെയാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ഇന്നത്തെ യുവജനങ്ങൾക്ക് മാതാപിതാക്കളുടെ പുച്ഛമാണ്. അവരെ പണത്തോട് വലിയ ഇഷ്ടമാണ്. എന്നാൽ അവരാ പണിയെടുത്തുണ്ടാക്കുന്ന അവരാ ബുദ്ധിയോട് അവജ്ഞയാണ്. അവരുടെ ഉപദേശങ്ങൾ നമുക്ക് എതിർപ്പാണ്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വളർത്തുന്നതും ഒരുക്കുന്നതും അനുഭവങ്ങളിലൂടെയാണ്. അനുഭവങ്ങൾ, പാഠങ്ങൾ. അതറിയണമെങ്കിൽ നമ്മുടെ ഇടവപ്പള്ളിയിലെ കുടുംബ യൂണിറ്റുകളിലേക്ക് വന്നാൽ മതി. ഇപ്പൊ വലിയ പ്രസംഗം അവസാനിച്ച് ഓരോരുത്തർ എണീറ്റ് അവരുടെ ദൈവിക അനുഭവങ്ങൾ പറയുക. ഞാൻ കണ്ണീര് കുടിച്ചപ്പോൾ, എന്റെ ഉത്തരം മുട്ടിയപ്പോൾ, എല്ലാ വാതിലും അടഞ്ഞപ്പോൾ ദൈവം എനിക്ക് വാതിൽ തുറന്നെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിയാണ് എളിമയുള്ളവർ. ചിലരപ്പ ചിന്തിക്കും, ഇതൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ എന്റെ പണത്തിന്റെ ബലമാണ്. ഇതൊന്നും പറയേണ്ട കാര്യം എന്റെ ഡോക്ടറെ ചികിത്സിച്ച ഡോക്ടറുടെ ഗുണമാണ്. അതൊന്നും പറയേണ്ട കാര്യം, ഇതൊക്കെ എന്റെ വിധിയാണ്. ഇങ്ങനെ പറഞ്ഞ് സ്വന്തം ക്രെഡിറ്റ് എടുക്കും. ദൈവം ദാനമായി കൊടുക്കുന്ന കൃപകളുടെ ക്രെഡിറ്റ് എടുത്ത് നാം അഭിമാനത്തോടെ തലപൊങ്ങി നിൽക്കും. എന്നാൽ ദൈവം നമുക്ക് നിക്ഷേപിക്കുന്ന കൃപകളെ പറ്റി ചിന്തിക്കുമ്പോൾ നന്ദി ചൊല്ലി തീരുവായി ജീവിതം പോരാ എന്ന് പാട്ട് പാടുന്ന പോലെ നന്ദി പറഞ്ഞ് നാം കണ്ണീരൊഴുക്കും. ആ ദൈവത്തെ നാം ഒരിക്കലും മറന്നു കളയില്ല. അതുകൊണ്ട് ഇനി ഇത്രയും യുവജനങ്ങളോട് ഇരിക്കുന്നു. ഈ വേദപാഠ ക്ലാസ് കഴിഞ്ഞു പോയ യുവജനങ്ങൾ അറിഞ്ഞിരുന്നോണം, ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു പോകണം. തിരിഞ്ഞു നോക്കണം ജീവിതത്തെ പറ്റിയിട്ട്. വെറുതെ അങ്ങ് ഒതളഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിലൊക്കെ ഒഴുകുന്ന ഒതളങ്ങെ പോലെയല്ല. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ചിന്തിക്കണം. എന്റെ ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് ഞാൻ പാഠം പഠിക്കണം. എന്നെ പിടിച്ചെണീപ്പിച്ച ദൈവത്തെ ഓർക്കണം. എന്റെ നിസ്സഹായാവസ്ഥയിൽ, എന്റെ പ്രാർത്ഥനയിൽ എന്നെ താങ്ങിയ ദൈവം അതാണെന്ന് ബഹുഭൂരിപക്ഷത്തെയും ദൈവവിശ്വാസം ഉറപ്പിക്കുന്ന അറിഞ്ഞെന്ന് ഓർക്കണം. ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരുനാഥന്മാർ. ഒരുപക്ഷെ ഒരു വൈദികനെ പഠിപ്പിച്ച് നിങ്ങളെ തരാൻ നിങ്ങളുടെ അധ്യാപകർക്കോ അല്ലെങ്കിൽ വൈദികർക്കോ തിരുസഭയ്ക്കോ പരാജയം ഉണ്ടായിരിക്കും. നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾ പരാജയം. പക്ഷേ ജീവിതാനുഭവങ്ങൾ വലിയ അനുഭവമായിരിക്കും. അതിൽ നിങ്ങൾ പരാജയപ്പെടരുത്. നമ്മൾ ആരും പരാജയപ്പെടരുത്.